ഹലോ എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ നൈസായിട്ട് നമ്മുടെ ഗൗരി മോളെ ഗൗതം വിചാരിച്ച സ്കൂളിൽ ചേർക്കാതെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് പിന്നിൽ ഇതാ വീണ്ടും ട്വിസ്റ്റ്. അപ്പൊ നമ്മുടെ ഗൗതം നന്ദയോട് പറയുന്നുണ്ട്, നീ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സ്കൂളിൽ നീ ചേർത്തതുമില്ല, എന്നാൽ നീ നേരത്തെ തന്നെ അവൾക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു, അതും എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദ പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാര്യം തീരുമാനിച്ചത് എന്നോട് ചോദിച്ചിട്ടാണോ? ഇതുവരെയും ഞാനാണ് അവളുടെ കാര്യങ്ങൾ ഓരോന്നും ചെയ്തിട്ടുള്ളത്, അത് തന്നെ ഞാൻ തുടരുക തന്നെ ചെയ്യും. അതിനെനിക്ക് ആരുടെയും അവകാശമോ അനുവാദമോ ഒന്നും തന്നെ വേണ്ട ആവശ്യമില്ല എന്ന് തീർത്തും നമ്മുടെ നന്ദ ഗൗതമിനോട് പറയുന്നുണ്ടേ. അതിന് പിന്നാലെ ഇക്കാര്യങ്ങൾ നമ്മുടെ ഗൗതം വന്ന് നമ്മുടെ പിങ്കിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. അപ്പൊ പിങ്കിക്ക് അതത്ര ദഹിക്കാനൊന്നും പറ്റുന്നില്ലേ. അപ്പുറത്തെ നന്ദു ആണെങ്കിലും നമ്മുടെ ഗൗതമിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അയ്യോ ഗൗരി എന്റെ സ്കൂളിലല്ലേ പഠിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഗൗരി മോളായ കൂടി നമ്മുടെ നന്ദയെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തേ പപ്പ പറഞ്ഞ സ്കൂളിലല്ലേ ഞാൻ പഠിക്കുന്നേ, നന്ദുവിന്റെ സ്കൂളിലല്ലേ ഞാൻ പഠിക്കാൻ പോകുന്നേ, എന്നാ പിന്നെ ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരിമോള് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എങ്ങനെയൊക്കെയായി തീരുന്നു നമുക്ക് കണ്ടു തന്നെ കാണാട്ടോ കൂട്ടുകാരെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.